അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ അൽ അറാഫ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 88 സൂക്തങ്ങളുടെ ആശയങ്ങളാണ് നാം ഗ്രഹിച്ചത്. ഇന്ന് നമുക്ക് 89 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد افترينا على الله كذبا أو عدنا في ملتكم بعد إذ نجانا الله منها وما يكون لنا أن نعود فيها إلا أن يشاء الله ربنا وسع ربنا كل شيء علما على الله توكلنا ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ ഇസ്ലാമിക പ്രബോധന ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 85-ാമത്തെ സൂക്തം മുതൽ ഷുഐബ് അലൈഹിസ്സലാം അവരെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ഉണർത്തി. മാത്രമല്ല, ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക അരാജകത്വത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് താക്കീത് ചെയ്തു. ഇങ്ങനെ പോയാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടാൻ ഇടയുണ്ട് എന്ന് ഉണർത്തുകയുണ്ടായി. പക്ഷേ ആ സമൂഹത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം നൽകുന്ന പ്രമാണിമാരുടെ പ്രതികരണം എന്തായിരുന്നു? ലനുഖ്രിജന്നക യാ ശുഐബ്, ശുഐബെ നിന്നെ ഞങ്ങൾ പുറത്താക്കും. വല്ലദീന ആമനു മഅക്, നിന്നോടൊപ്പം നിന്നിൽ വിശ്വസിച്ചവരെയും പുറത്താക്കും. മിൻ ഖറിയത്തിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. ഔ, അല്ലെങ്കിൽ എന്താണ് പരിഹാരം? ലതഊദുന്ന ഫീ മില്ലത്തിന, നീ ഞങ്ങളുടെ സംസ്കാരത്തിലേക്ക്, വിശ്വാസത്തിലേക്ക്, മതത്തിലേക്ക്, ചര്യയിലേക്ക് തിരിച്ചു വരണം എന്നായിരുന്നു പറഞ്ഞത്. അതിന് ശുഐബ് അലൈഹിസ്സലാം പ്രതികരിച്ചത് എന്താണ്? അവലൗ കുന്ന കാരിഹീൻ, ഞങ്ങൾ അത് വെറുക്കുന്നവരാണെങ്കിലോ. നിങ്ങളിപ്പോൾ ചെന്നെത്തിയിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ, തിന്മകൾ നിറഞ്ഞ സംസ്കാരത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെ വെറുക്കുന്നവരാണ് ഞങ്ങളെങ്കിലോ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് ശുഐബ് അലൈഹിസ്സലാം ഒറ്റവാചകത്തിൽ പറഞ്ഞു. തുടർന്ന് ശുഐബ് അലൈഹിസ്സലാം തൻ്റെ നിലപാട് വീണ്ടും വിശദീകരിക്കുകയാണ്. നമുക്ക് 89-ാമത്തെ സൂക്തമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ശുഐബ് അലൈഹിസ്സലാമിൻ്റെ സംസാരം തുടരുന്നു. ശുഐബ് അലൈഹിസ്സലാം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഖതീബുൽ അംബിയ എന്നാണ്, പ്രവാചകന്മാരിലെ പ്രഭാഷകൻ എന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയോട് കൂടിയിട്ട് ശുഐബ് അലൈഹിസ്സലാം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ശുഐബ് അലൈഹിസ്സലാം പറയുന്നത്? ഒരു നിലപാട് വെളിപ്പെടുത്താൻ. 89 ഖദ് ഇഫ്തറൈന അലല്ലാഹി കദിബൻ. ആദ്യം പറഞ്ഞല്ലോ അവലൗ കുന്ന കാരിഹീൻ, നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് മനസ്സില്ലെങ്കിലോ, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ വെറുക്കുന്നുവെങ്കിലോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് വിശദീകരണം പറയാൻ
ഞങ്ങളിനി നിങ്ങളുടെ സംസ്കാരത്തിലേക്ക്, നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ഖദ് തീർച്ചയായും, ഇഫ്തറൈന ഞങ്ങൾ കെട്ടിച്ചമച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അലല്ലാ അള്ളാഹുവിൻ്റെ മേൽ, കദിബൻ വ്യാജം കെട്ടിച്ചമച്ചു, കള്ളം കെട്ടിച്ചമച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നാണ് ഷുഐബ് അലൈഹിസ്സലാം ചോദിക്കുന്നത്. ഖദ് ഇഫ്തറൈന അലല്ലാഹി കദിബൻ ഇൻ ഉദ്ന ഫീ മില്ലത്തിക്കും. ആദ യഊദു മടങ്ങി, ഉദ്ന ഞങ്ങൾ മടങ്ങി, ഇൻ ഉദ്ന ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ, ഫീ മില്ലത്തിക്കും നിങ്ങളുടെ വിശ്വാസത്തിലേക്ക്, നിങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ മടങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ചു പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഞങ്ങളിപ്പോ ഏത് അവസ്ഥയിലാണ് ഉള്ളതെന്നറിയോ? ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹ, ബഅദ ശേഷം, ഇദ് നജ്ജാ, നജ്ജാ യുനജ്ജി രക്ഷപ്പെടുത്തി എന്നാണ്. നജ്ജാന ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു അല്ലാഹു, മിൻഹ ഈ പിഴച്ച മില്ലത്തിൽ നിന്ന്, ഈ തെറ്റായ വിശ്വാസ സംസ്കാരത്തിൽ നിന്ന് ഞങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ അവൻ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കെ ഞങ്ങൾ വീണ്ടും ഈ പിഴച്ച വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം ചമച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സത്യമല്ല, അള്ളാഹുവിലുള്ള വിശ്വാസം സത്യമല്ല. അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനമുണ്ടല്ലോ, വ്യക്തി, കുടുംബ, സാമ്പത്തിക, സാമൂഹിക മേഖലയിലെ സംസ്കരണം, അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് ഞങ്ങൾ അള്ളാഹുവിനെതിരില് കള്ളം പറയുന്നതിന് തുല്യമല്ലേ അത് എന്നാണ് ഷുഐബ് അലൈഹിസ്സലാം ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ, ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്, അല്ലെ? ഖദ് ഇഫ്തറൈന അലല്ലാഹി കദിബൻ ഇൻ ഉദ്ന ഫീ മില്ലത്തിക്കും ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹ. ഞങ്ങൾ നിങ്ങളുടേതായ മതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അള്ളാഹു ഞങ്ങളെ അതിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കെ ഞങ്ങൾ ഇനി നിങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ അള്ളാഹുവിനെതിരിൽ കള്ളം പറഞ്ഞു, കെട്ടിച്ചമച്ചു എന്നല്ലേ എന്നാണ് ചോദ്യം. ഇന്ന് നമുക്ക് വീണ്ടും ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണിത്. പുതിയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഗർവാപ്പസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ആളുകളെ തിരിച്ച് പൂർവ്വമതത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, അല്ലേ? അവിടെയും നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നമ്മളിപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു മനുഷ്യന് ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ വിശ്വാസ സംഹിതയിലാണ്. അത് ജന്മം കൊണ്ട് കിട്ടുന്നതല്ല, ഒരു സമുദായത്തിൽ പിറന്നതുകൊണ്ട് കിട്ടുന്നതല്ല, മറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട ഒരു തത്വസംഹിതയും ജീവിത ദർശനവുമാണ്. അതിൽ നിങ്ങൾ അഭിമാനിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളാണ്. അതിനാൽ തിരിച്ച് വീണ്ടും പഴയ വിശ്വാസാചാരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ലല്ലോ. അതാണ് ഷുഐബ് അലൈഹിസ്സലാം കൃത്യമായിട്ട് പറഞ്ഞത്. ഞങ്ങൾ ഇനി ഈ അവസ്ഥയിൽ നിന്ന് തിരിച്ചു പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഞങ്ങൾ അള്ളാഹുവെ തള്ളിപ്പറഞ്ഞു എന്നാണ്. ഇപ്പൊ നമ്മുടെ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള ചില പ്രസ്താവനകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പിരിച്ചുവിടാൻ സമയമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ? അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരമ്പരാഗത വിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോകണം. അവിടെയും ഇതേ ചോദ്യം തന്നെയാണ് പ്രസക്തം. അല്ലാഹു തആല തെളിച്ചമുള്ള ഒരു ആദർശത്തെ അതിൻ്റെ ആദിമ വിശുദ്ധിയോടെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വീണ്ടും അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്കൊക്കെ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെയാണ് എന്ന് നമ്മൾ പറയുന്നതിന് തുല്യമാണ്. അത് പടച്ചോന്റെ പേരില് കള്ളം കെട്ടിച്ചമക്കലല്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെയും ഉയരുന്നത് എന്ന് മനസ്സിലാക്കണം. പുതിയ കാലത്ത് ഉണ്ടല്ലോ കമ്മ്യൂണിസത്തിലേക്ക്, അതുപോലെ നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക്, ലിബറൽ കാഴ്ചപ്പാടുകളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയെ അവർ വല്ലാതെ വലവീശി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ, അതിനു വേണ്ടിയിട്ട് മയക്കുമരുന്നും അതുപോലെ അവരെ ആകർഷിക്കാൻ കഴിയുന്ന പലതും
അവർക്ക് മുമ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ആർജവത്തോടെ ചോദിക്കാൻ പറ്റണം, അള്ളാഹു തന്ന ഈ ദീന് ഇത് ശരിയല്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ അതൊക്കെ എന്നുള്ളതാണ്. അതിനാൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഷുഐബ് അലൈഹി ഇസ്ലാം ഉന്നയിച്ചത്. ഇനി അതിന്റെ രണ്ടാം ഭാഗം ശ്രദ്ധിക്കാം. 89-ാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിക്കുന്നത്. വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുന. വമാ യകൂനു ലനാ, മാ ഇല്ല എന്നാണ് ഇവിടെ അർത്ഥം. കാന യകൂനു ഉണ്ടാകുന്നു, വമാ യകൂനു ഉണ്ടാവുകയില്ല, ഉണ്ടാവുക സാധ്യമല്ല എന്ന് പറയാം. ലന ഞങ്ങൾക്ക്, വമാ യകൂനു ലന ഞങ്ങൾക്ക് ഉണ്ടാവില്ല അഥവാ ഉണ്ടാവുക സാധ്യമല്ല, അൻ നഊദ ഫീഹ ഞങ്ങൾ അതിലേക്ക് മടങ്ങുക എന്നത്. ആദ യഊദു മടങ്ങി, അതിലേക്ക് ഒരു മടക്കം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ആയുസ്സിൽ ഉണ്ടാവുക എന്നത് സാധ്യമല്ലല്ലോ. ഞങ്ങൾക്ക് എങ്ങനെ അതിന് കഴിയും? ഇല്ലാ അൻ യശാ അല്ലാഹ്. എന്നിട്ട് അവിടെ ഒരു ക്ലോസ് പറയാണ്, ഞങ്ങളുടെ നാഥനായ അല്ലാഹു തആല ഇച്ഛിക്കുന്നുവെങ്കിൽ അല്ലാതെ. ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുന, ഞങ്ങളുടെ നാഥനായ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഇനിയൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ പടച്ചോൻ തന്നെ വിചാരിക്കണം. ഇങ്ങനെ നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇനി അയാൾ നന്നാവണമെങ്കിൽ പടച്ചോൻ തന്നെ വിചാരിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്ന പോലെ ഇവിടെ ഒരു പരാമർശം നടത്താണ്, ഇല്ലാ ഈ യശാ അല്ലാഹ്. ഞങ്ങൾക്കിനി ഒരിക്കലും തിരിച്ച് പഴയ മതത്തിലേക്ക്, പഴയ ആചാരങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഇനി ഒരേ ഒരു സാധ്യത, ഇല്ലാ ഈ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ മനസാക്ഷി ഏതാണ് സത്യം എന്ന് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ചവരാ ഞങ്ങള്. അല്ലാതെ ആരെങ്കിലും പണം വെച്ച് നീട്ടിയിട്ടോ അല്ലെങ്കിൽ അധികാരം തരാം, സ്ഥാനമാനങ്ങൾ നൽകാം, നേതാവാക്കാം എന്ന് പറഞ്ഞിട്ടൊന്നും കൂട്ടത്തിൽ കൂടിയതല്ല ഞങ്ങള്. മനസാക്ഷിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇസ്ലാമിനെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഞങ്ങൾ ഇനി ഇതിൽ നിന്ന് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ഇനി ഒരേ ഒരു സാധ്യത, ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുന, ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് ഞങ്ങളുടെ റബ്ബായ അള്ളാഹു തീരുമാനിക്കണം. അങ്ങനെ ഉണ്ടാകുമോ? അള്ളാഹു താല സത്യം അംഗീകരിച്ച ഒരാളെ ബോധപൂർവം അസത്യത്തിലേക്ക്, വലാലത്തിലേക്ക് തള്ളിവിടുമോ? അങ്ങനെ സംഭവിക്കില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു പ്രയോഗം ഖുർആനിൽ ചിലയിടങ്ങളിലൊക്കെ കാണാം, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. എങ്കിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചാൽ പോരെ? വലൗ ശാ റബ്ബുക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ, ഖുർആനിലൊരു പ്രയോഗമാണ്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഈ മനുഷ്യകുലത്തെ മുഴുവനും അവൻ ഒറ്റ ഉമ്മത്തായിട്ട് ആദർശ സമൂഹമാക്കി മാറ്റിയേനെ. എന്ത് രസമായിരിക്കല്ലേ? നമ്മുടെ നാട്ടിൽ എല്ലാവരും ദൈവിക വിശ്വാസം അംഗീകരിച്ചവർ, സകല രാജ്യക്കാരും, ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരും ഏകനായ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നവരാവുക. നല്ലൊരു സ്വപ്നവും സങ്കല്പമാണ് അല്ലെ? എന്താ അള്ളാഹുവിന് അങ്ങനെ ചെയ്തുകൂടെ? എല്ലാവരെയും അവനല്ലേ സൃഷ്ടിച്ചത്? കഴിയും. പക്ഷേ വലൗ ശാ റബ്ബുക, നിന്റെ നാഥൻ ഉദ്ദേശിച്ചെങ്കിൽ അവനതിന് കഴിയും. പക്ഷെ അവൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിന് അള്ളാഹു ഇടപെടില്ല എന്നുള്ളതാണ്. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്. ഇനി ഞങ്ങൾ ഈ സത്യത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഷുഐബ് അലൈഹി ഇസ്ലാം ആ പ്രമാണിമാരോട് പറയാണ്, നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഔല തഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങളുടേതായ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റും? ഞങ്ങൾ സത്യം ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് ഇനി പടച്ചോൻ തന്നെ വിചാരിച്ചാലേ ഞങ്ങളിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുന. മാത്രമല്ല ഇവിടെ വേറൊരു ഉദ്ദേശം, ഭാവിയിൽ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. ഏതാനും ഭാവിയോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് ചേർത്ത് പറയണം. അങ്ങനല്ലേ പൊതുവെ നമ്മൾ പറയാം, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയും. ആ ശൈലി ഷുഐബ് അലൈഹിസ്സലാം ഇവിടെ എടുത്തു പറയുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പ്രത്യേകമായിട്ട് ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ? സൂറ അൽ കഹ്ഫിൽ
ഫലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഒരു കാര്യം നാളെ ഞാൻ ചെയ്യും എന്ന് നീ ഉറപ്പിച്ചു പറഞ്ഞു കളയരുത്. പിന്നെ എങ്ങനെ പറയണം? ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ എന്ന് ചേർത്ത് പറയണം. കാരണം ഭാവി നിന്റെ കയ്യിലല്ലല്ലോ. ഷുഐബ് അലൈഹിസ്സലാം ഇവിടെ അത് കൃത്യമായിട്ട് പ്രയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിനാൽ അള്ളാഹുവിന്റെ കയ്യിലാണ് ഭാവി. ഇനി അള്ളാഹു എന്നിലെ ഹിദായത്തങ്ങ് എടുത്തു കളഞ്ഞ് വലാലത്തിനാകണം എന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുള്ളൂ. അത്ര പോലും അസംഭവ്യമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയൊരു തിരിച്ചു പോക്കുണ്ടാവില്ല. അപ്പൊ ഷുഐബ് അലൈഹി ഇസ്ലാം വിഷയം അവതരിപ്പിച്ചു, പ്രമാണിമാര് അതിനോട് പ്രതികരിച്ചു, അവര് ഭീഷണി മുഴക്കി. അപ്പൊ ഷുഐബ് അലൈഹി ഇസ്ലാം തന്റെ നിലപാട് അങ്ങോട്ട് വെളിപ്പെടുത്തി കഴിഞ്ഞു അല്ലെ. എന്നിട്ട് ഷുഐബ് അലൈഹി ഇസ്ലാം അവരോട് ഒരു കാര്യം കൂടി പറയാണ്, വസിഅ റബ്ബുന കുല്ല ഷൈഇൻ ഇൽമ. വസിഅ റബ്ബുന, വസിഅ വിശാലമായിരിക്കുന്നു, റബ്ബുന ഞങ്ങളുടെ നാഥൻ, അഥവാ അവൻ ഉൾക്കൊണ്ടിരിക്കുന്നു. വസിഅ റബ്ബുന കുല്ല ഷൈഇൻ സകല സംഗതികളുടെയും ഇൽമൻ ജ്ഞാനം, സകലതിനെ കുറിച്ചുമുള്ള അറിവ് അള്ളാഹുവിനാണ്. ഭാവിയിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അവനല്ലേ അറിവുള്ളൂ. അതുകൊണ്ട് ഞാനായിട്ട് അതിൽ വല്ലാത്തൊരു ഉറപ്പൊന്നും പറയുന്നില്ല, എല്ലാം പടച്ചോന് വിട്ടുകൊടുക്കാണ്, അവൻ തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഇനി നിങ്ങളുടെ പൂർവമതത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ? ഏതായാലും ഞങ്ങൾ അതിന് ഒരുക്കമല്ല, ഭാവിയിലുള്ള കാര്യം അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ് എന്ന് പറയാൻ. എന്നിട്ട് അലല്ലാഹി തവക്കൽന, അള്ളാഹുവിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. തവക്കല യതവക്കലു, ഏൽപ്പിച്ചു കൊടുത്തു, ഭരമേൽപ്പിച്ചു എന്നാണല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലമായ ഏതോ ഒരു ആളുകളോട് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ വെച്ച് പറയുന്ന ഒരു വർത്തമാനമല്ല ഇത്. ഒരു ഭരണകൂടം, പ്രമാണിമാർ എന്ന് പറഞ്ഞല്ലോ, ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾക്ക് മുമ്പിലാണ് ഷുഐബ് അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത്. ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നത് അല്ലെ? ഒരുപക്ഷെ പൗരത്വം നിഷേധിക്കപ്പെട്ടേക്കാം, ഏക സിവിൽ കോഡ് വന്നേക്കാം, അതുപോലെ വഖഫ് സ്വത്തുകൾ കണ്ടുകെട്ടപ്പെട്ടേക്കാം, ഈ രാജ്യത്തെ എല്ലാ നിലയ്ക്കും പൗരത്വം നിഷേധിക്കപ്പെട്ട് അരികവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടേക്കാം. ഈ രൂപത്തിലൊക്കെയുള്ള ഭീഷണി ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലുണ്ട്. അതിനാൽ അലല്ലാഹി തവക്കൽന, ഞങ്ങള് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ. എന്നിട്ടൊരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? റബ്ബന, ഞങ്ങളുടെ നാഥ, ഇഫ്തഹ് ബൈനന വ ബൈന ഖൗമിന ബിൽ ഹഖ്. ഫതഹ യഫ്തഹു, തുറന്നു എന്നാണ് സാധാരണ അർത്ഥം. പിന്നെ ഒരു അർത്ഥം വിജയിച്ചു എന്നാണ് അല്ലെ. ഇവിടെ മൂന്നാമതൊരു അർത്ഥമാണ് നമ്മൾ പഠിക്കുന്നത്, തീരുമാനമെടുത്തു എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഇഫ്തഹ്, നീ തീരുമാനമെടുക്കണമേ, ബൈനന ഞങ്ങൾക്കിടയിൽ, വ ബൈന ഖൗമിന ഞങ്ങളുടെ ജനതയ്ക്കുമിടയിൽ, ബിൽ ഹഖ് സത്യസന്ധമായിട്ട് തീരുമാനമെടുക്കണമേ. വ അൻത നീയല്ലോ, ഖൈർ ഉത്തമൻ, അൽ ഫാത്തിഹീൻ തീരുമാനിക്കുന്നവരിൽ ഏറ്റവും നന്നായിട്ട് തീരുമാനമെടുക്കുന്നവരിൽ അത്യുത്തമൻ നീ തന്നെയല്ലോ എന്നാണ്. ഒരു വിഷയത്തില് തീരുമാനമുണ്ടാവുക എന്ന് പറഞ്ഞാല് അത് പുതിയൊരു വാതിൽ തുറക്കലാണ് അല്ലെ. ഇപ്പോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, ഇസ്രയേൽ ഇറാൻ. അപ്പൊ അതിലൊരു തീരുമാനമായാൽ ലോകത്തിന് സമാധാനമായി, അതോടുകൂടി പുതിയ ഒരു സമാധാനത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയാണ്. അപ്പൊ ഫതഹയ്ക്ക് 3 അർത്ഥങ്ങൾ. പിന്നെ വിജയിച്ചു എന്നാണ് മറ്റൊരു അർത്ഥം. വിജയം, ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞാൽ പുതിയൊരു വാതിൽ അവന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് തുറക്കപ്പെടുകയാണ്, പഠനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ 3 പരസ്പര ബന്ധമുള്ളതാണ്. ഫതഹ തുറന്നു, വിജയിച്ചു, തീരുമാനമെടുത്തു എന്ന്. ഇവിടെ ഷുഐബ് അലൈഹിസ്സലാം ഉണർത്തുന്നത് എന്താണ്? ഞങ്ങൾക്കിടയിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഈ ഒരു ചർച്ചയുണ്ടല്ലോ, പ്രതിസന്ധി നിറഞ്ഞ ഈ ഘട്ടത്തില് ഭരണകൂടവുമായിട്ട് പ്രമാണിമാരുമായി ഷുഐബ് അലൈഹി ഇസ്ലാം നടത്തുന്ന ഈ സംവാദം, അള്ളാഹുവെ ഇതിൽ നീ തന്നെ തീരുമാനമെടുക്കണേ. റബ്ബന ഇഫ്തഹ് ബൈനന വ ബൈന ഖൗമിന ബിൽ ഹഖ് വ അൻത ഖൈറുൽ ഫാത്തിഹീൻ. ഇത് ഒരു സംവാദത്തിലുള്ള ഒരു തീരുമാനം എന്ന അർത്ഥത്തിലല്ല. അതൊക്കെ പ്രത്യേകിച്ച് തീരുമാനം എടുക്കേണ്ടതില്ല, കാരണം ഒരു പ്രവാചകനാണല്ലോ സംസാരിക്കുന്നത്.
അതുകൊണ്ട് പ്രവാചകൻ പറയുന്നതാണോ ശരി, അതല്ല സമുദായം പറയുന്നതാണോ എന്ന നിലയ്ക്കൊരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല. പിന്നെ എന്താ തീരുമാനം? പടച്ചവനെ, ഈ സമൂഹം അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? വഴിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു, അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നു, ഇവർ പ്രമാണിമാരായിട്ട് സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിലൊക്കെ ഒരു തീരുമാനത്താണ്. ഈ നാട് നശിച്ചു പോകും. അതിനാൽ അള്ളാഹുവെ, നിന്റെ തീരുമാനം എന്താണോ അത് നീ നടപ്പാക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഇനി ഒരു ശിക്ഷയല്ലാതെ ഇവര് നന്നാവാനുള്ള വഴിയില്ല എന്ന് ഉണർത്തുകയാണ്. അല്ലെങ്കിൽ ഒരു ശിക്ഷണം, ഒരു പരീക്ഷണം ഇവർക്ക് മേലുണ്ടായെങ്കിലേ ഇവരിൽ മാറ്റമുണ്ടാവുകയുള്ളൂ എന്നാണ് ആ ഉണർത്തുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമും ഇതേ ശൈലിയില് പ്രാർത്ഥിച്ചതായിട്ട് സൂറത്തുൽ അൻആം 80-ാമത്തെ സൂക്തത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. ഖാല അതുഹജ്ജൂനി ഫില്ലാ, അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? വഖദ് ഹദാനി, അവനാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്. ആ പടച്ചോന്റെ കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചിട്ട് എന്താണ്? ഞാൻ എൻ്റെ നിലപാട് മാറ്റാനൊന്നും പോകുന്നില്ല. വലാ അഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ദിവ്യത്വം കൽപ്പിക്കുന്ന പല വിശ്വാസ രീതികളുണ്ടല്ലോ, അതിനെ ഒന്നും ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറയാൻ. അവന്റെ പങ്കാളികളെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നതിന് ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഇല്ല അൻ യശാ റബ്ബി ഷൈഅ, എന്റെ നാഥൻ വല്ലതും ഉദ്ദേശിച്ചാലല്ലാതെ. വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ, എന്റെ നാഥന്റെ ജ്ഞാനം സകലതിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഇതേ ശൈലിയിൽ തന്നെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമും സമൂഹത്തോട് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും പ്രവാചകൻ തന്റെ ദൗത്യം പൂർത്തീകരിച്ചു, എന്നിട്ട് നിലപാട് വെളിപ്പെടുത്തി കഴിഞ്ഞു എന്ന് 89-ൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോ ആ ഘട്ടത്തില് അവിടുത്തെ പ്രമാണിമാര് എന്താണ് ഇനി പറയാൻ പോകുന്നത്? ജനതയ്ക്ക് ഏതാണ്ട് കാര്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ, അല്ലെ, ഭരണകൂടത്തിന്റെ മുമ്പിൽ, പ്രമാണിമാർക്ക് മുമ്പിൽ നിലപാട് വെളിപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഞങ്ങളിപ്പോ സത്യത്തിന്റെ വഴിയിലാണ്, ഈ സത്യമാർഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകും, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവെ, നീയാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരികളാകാം അല്ലെങ്കിൽ പ്രമാണിമാരായ ആളുകൾ ജനത്തോട് എന്താ പറയുന്നറിയോ? വഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി ലഇൻ ഇത്തബഅതും ശുഐബൻ ഇന്നക്കും ഇദൻ ലഖാസിറൂൻ. വഖാലൽ മല പ്രമാണിമാര്, അല്ലദീന കഫറു, ആ സത്യനിഷേധികളായ പ്രമാണിമാര് പറയാണ്, മിൻ ഖൗമിഹി, ആ ജനതയിൽപ്പെട്ട, അവരോട് പറഞ്ഞു കൊടുക്കാം. എന്താ പറയുന്നത്? ലഇൻ, നിശ്ചയം, ആണെങ്കിൽ, ഇത്തബഅ, പിൻപറ്റി, ലഇൻ ഇത്തബഅതും, നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, ശുഐബൻ, ഈ ശുഐബിനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ഇദൻ, അന്നേരം, ലഖാസിറൂൻ, നിങ്ങൾ എന്താകും? മഹാ നഷ്ടത്തിലകപ്പെട്ടവരായി പോകും. ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. ഇന്നക്കും ഇദൻ ലഖാസിറൂൻ, നിങ്ങൾ നഷ്ടകാരികളായിട്ട് മാറും എന്ന് പറഞ്ഞു. പ്രമാണിമാര് ആ ജനതയോട് പറഞ്ഞു കൊടുക്കാണ്, ലഇൻ ഇത്തബഅതും ശുഐബൻ, നിങ്ങൾ ശുഐബിനെ പിൻപറ്റിയാൽ, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ഇദൻ, അന്നേരം, ലഖാസിറൂൻ, നഷ്ടകാരികളായിട്ട് മാറിപ്പോകും എന്ന് പറഞ്ഞു കൊടുക്കാൻ. എന്താണ് ഇവിടെ നഷ്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവാചകനെ പിൻപറ്റിയാൽ ആരെങ്കിലും നഷ്ടത്തിലകപ്പെടുമോ? ഇല്ല. പക്ഷെ ഭൗതിക താല്പര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആരോടാണ് പറയുന്നത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് വ്യക്തമല്ല, അല്ലെ? ആ ജനതയിലെ പ്രമാണിമാർ പറഞ്ഞു എന്ന് മാത്രമാണ് പറയുന്നത്. ഷുഐബ് അലൈഹി ഇസ്ലാമിനോട് തന്നെയാവാം, ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യന്മാരോട് പറയുന്നതാകാം, മുഴുവൻ വിശ്വാസികളോടും പറയുന്നതാകാം, ഇനി ആ സമുദായത്തോട് പ്രമാണിമാര് പറയുന്നതാകാം. വെറുതെ ഇങ്ങനെ, അല്ലെ, ഇസ്ലാം മുസ്ലിം ഒക്കെ ആയിട്ട് നടന്നിട്ട് ജീവിതം കളഞ്ഞു കുളിക്കണ്ട കേട്ടോ, അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയും ചിലര്. സ്വന്തം മക്കളോട് പോലും പറയും, അത്യാവശ്യം നിസ്കാരമൊക്കെ മതി, അധികം ഇസ്ലാമിന്റെ ആളായിട്ട് ഇസ്ലാമിന് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും പ്രവർത്തിക്കാനൊന്നും പോകണ്ട കേട്ടോ,
നിന്റെ കാര്യം നീ തന്നെ നോക്കണം, നിന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലെ. ഇതേപോലെ തന്നെയാണ് പ്രമാണിമാര് സമൂഹത്തോട് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രബോധകന്മാർ ഇത്തരം ഘട്ടങ്ങളിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകും. കാരണം എന്താണ്? ഇസ്ലാം അനുസരിച്ച് ജീവിക്കാണ് തീരുമാനിച്ചാൽ ദുനിയാവിൽ ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇപ്പോ നമ്മുടെ സമൂഹത്തില് പലിശ ഉണ്ടല്ലോ, പലിശ ഇടപാട് അഥവാ ബാങ്കിൽ നിന്ന് പലിശ എടുത്ത് ബിസിനസ് നടത്തുക, അതുപോലെയൊക്കെയുള്ള സംരംഭങ്ങൾ തുടങ്ങുക, ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ തന്നെ വളരെ വ്യാപകമാണ്. പലിശ നിഷിദ്ധമാണ്. സബഉൽ മൂബിഖാത്ത്, 7 വൻ പാപങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് പലിശ വാങ്ങരുത്. ഈ കാര്യത്തിൽ മുസ്ലിങ്ങള് ഭൂരിപക്ഷവും അംഗീകരിക്കുന്നുണ്ട്. പലിശ വാങ്ങിച്ച് തിന്നരുത്. ബാങ്കിലെ പലിശ പോലും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നമ്മൾ ഉപയോഗിക്കില്ല, പുറത്താണ് കൊടുക്കുക. അതിലൊക്കെ ജാഗ്രത ഉണ്ട് കുറെയൊക്കെ. പക്ഷേ പലിശക്ക് കടം വാങ്ങാമോ എന്ന വിഷയത്തില് ഒരു ജാഗ്രതയില്ല. കാര്യം നടക്കട്ടെ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, അല്ലാതെ എങ്ങനെ ബിസിനസ് ചെയ്യും? അതിനപ്പുറം കടന്ന് പിന്നെയും ഒരു വർത്താനം പറയും. എന്താണ്? നമ്മൾ ബിസിനസ് രംഗത്ത് പരാജയപ്പെട്ടു, സമുദായം സാമ്പത്തികമായിട്ട് വളരണമെങ്കിൽ ലോൺ എടുക്കേണ്ടിയൊക്കെ വരും, അങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യേണ്ടി വരും, അല്ലാതെ സമുദായം സാമ്പത്തികമായിട്ട് തകർന്നു പോവില്ലേ? അങ്ങനെ സമുദായത്തിന്റെ ഗുണകാംക്ഷികളായിട്ട് രംഗത്ത് വന്ന് പലിശക്ക് കടമെടുക്കുന്ന ആൾക്കാരെ കാണും അല്ലെ. ഇതുപോലെ സകല കാര്യങ്ങളും അങ്ങനെയാണ്. ഒരു ജോലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൈക്കൂലി കൊടുക്കേണ്ടി വരും. അതുപോലെയൊക്കെയുള്ള കൃത്രിമമായ വഴികൾ കണ്ടെത്തിയിട്ട് റെക്കമെൻഡേഷനൊക്കെ നടത്തി യോഗ്യത ഇല്ലാത്ത ആളും അത് നേടാൻ ശ്രമിക്കണം. കാരണം എന്താണ്? സമുദായത്തിൽ ആളുകൾ ഉദ്യോഗത്തിലെത്തണം. അതിന് നിശ്ചയിക്കപ്പെട്ട കൃത്യമായ ചില വഴികളുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനെ കുറിച്ചല്ല, കൃത്രിമ മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അല്ലേ. നമ്മുടെ ആൾക്കാർ എല്ലാ പാർട്ടിയിലും ഉണ്ടാവണം. അത് നിരീശ്വര പാർട്ടി ആണെങ്കിലും ഉണ്ടാവണം. കാരണം സമുദായത്തിൽ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഭൗതിക നിലനിൽപ്പിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് സൃഷ്ടിച്ചെടുക്കും. ഇത് തന്നെയാണ് പ്രമാണിമാര് പറഞ്ഞത്, ഇന്നക്കും ഇതല്ല ഖാസിറൂൻ. നിങ്ങൾ ഈ ഷുഐബിന്റെ പിന്നാലെ അയാൾ പറയുന്ന വഴതും കേട്ട് നടന്നാലേ ദുനിയാവിൽ കഷ്ടപ്പെട്ട് പോകട്ടോ, മക്കള് പട്ടിണിയാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ. ഇത് പെട്ടെന്ന് മനുഷ്യനെ ഭയപ്പെടുത്തുവാൻ, പിന്തിരിപ്പിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഒരാള് സത്യമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പിന്തിരിപ്പിക്കാൻ പറ്റിയൊരു മാർഗമായിരിക്കും അല്ലെ. ഇപ്പോ നമ്മുടെ നാട്ടിൽ പലതരം പ്രക്ഷോഭങ്ങളൊക്കെ നടക്കാറുണ്ട്. വഖഫ് പ്രക്ഷോഭം നടക്കുന്നു, അതുപോലെ ഏക സിവിൽ കോഡിനെതിരില്, പൗരത്വ പ്രശ്നത്തിനെതിരില്. എന്താണ് ഇങ്ങനെ റാലികളൊക്കെ നടക്കുമ്പോൾ അതിലൊന്നും ചെന്ന് പെട്ടു പോകണ്ട കേട്ടോ, കേസിലൊക്കെ പെട്ടാല് കുടുങ്ങിപ്പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നവരുണ്ടാവും. ഈ ശൈലിയിലാണ് നിങ്ങൾ ഷുഐബിനെ പിൻപറ്റിയാൽ ഇതല്ല ഖാസിറൂൻ, നഷ്ടത്തിൽപ്പെട്ടു പോകും എന്ന് പറയാൻ. ഇതേ ശൈലിയില് മറ്റു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള വർത്തമാനങ്ങൾ പലതും നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു ആ സമൂഹത്തിലെ പ്രമാണിമാര് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് എന്തായി? ഒടുവില് 91 ആയത്ത് ശ്രദ്ധിക്കാം. فأخذتهم الرجفة فأصبحوا في دارهم جاثمين. ഒടുവില് അവരിങ്ങനെ ധിക്കാരികളായി മുന്നോട്ട് പോയി. പ്രവാചകൻ ഷുഐബ് അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞു. ആ നിലപാടിൽ മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു അവന്റെ നടപടിക്രമത്തിലേക്ക് കടക്കാൻ. അങ്ങനെ അഹദ പിടികൂടി, ബാധിച്ചു, അവരെ ഒരു കിടിലം, ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. എന്നിട്ട് അസ്ബഹു, അവർ ആയിത്തീർന്നു. സുബ്ഹ് പ്രഭാതമാണ്, അസ്ബഹ ഒരു സുപ്രഭാതത്തിലായി. എന്തായി? ഫീ ദാരിഹിം, അവരുടെ ഭവനങ്ങളിൽ, അവരുടെ വീടുകളിൽ, ജാസിമീൻ, അവര് മരിച്ച് ജീവനറ്റ് മറിഞ്ഞു വീണുപോയി എന്നാണ് പറയുന്നത്. ജഡമായിട്ട് മാറിപ്പോയി ഈ മനുഷ്യര്, പെട്ടെന്ന് മറിഞ്ഞു വീണ് മരിച്ചുപോയി എന്നുള്ളതാണ്. ഫഅഖദത്തുഹുമു റജ്ഫ, അവരെ ഒരു ഘോര ശബ്ദം പിടികൂടി. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ,
അങ്ങനെ അവര് ജീവനറ്റുപോയ അവസ്ഥയിൽ മറിഞ്ഞു വീണുപോയി എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അത്രേ വേണ്ടു, അല്ലേ? അത്രയേ അള്ളാഹുവിന് ആവശ്യമുള്ളൂ. ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അവനെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ സമയമോ ആസൂത്രണമോ ഒന്നും ആവശ്യമില്ല. എല്ലാം അവന്റെ മുമ്പിൽ സംവിധാനിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവരില്ലാതെ പോവാൻ. ഇതേ സൂറയില് 78-ാമത്തെ ആയത്തിന്റെ ആവർത്തനമാണ് ഈ സൂക്തം, അല്ലേ? ഇതേ സൂക്തം തന്നെ സാലിഹ് അലൈഹിസ്ലാമിന്റെ ജനത സമൂദ് ഗോത്രം നശിച്ചു പോയതിനെ കുറിച്ച് ഇതേ പ്രയോഗം വന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഇതേ സംഭവത്തെക്കുറിച്ച് പല ശൈലിയിൽ ഖുർആൻ വേറെയും പറയുന്നുണ്ട്. സൂറത്ത് ഹൂദ് 94 എന്താ പറഞ്ഞത്? അർ-റജ്ഫ എന്നതിന് പകരം അല്ലദീന ളലമു സ്വൈഹതു ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. സ്വൈഹത്ത് ഘോര ശബ്ദം എന്നതിന് മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത്. അതുപോലെ ഫഅഖദഹും അദാബു യൗമി ളുല്ല ഇന്നഹു കാന അദാബ യൗമിൻ അളീം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അശ്ശുഅറ 189. അതിനാൽ മേഘക്കുടയുടെ നാളിൽ അവരെ ശിക്ഷ ബാധിച്ചു. അതൊരു ഭയങ്കര ശിക്ഷാദിനം തന്നെയായിരുന്നു. മേഘക്കുട അഥവാ ഇരുണ്ട കാർമേഘങ്ങൾ വന്നു നിറഞ്ഞു, അതിനെ തുടർന്ന് ശിക്ഷ ബാധിച്ചു എന്ന രൂപത്തിലുള്ള പ്രയോഗം വന്നതായിട്ട് കാണാം. അതുപോലെ സൂറത്ത് ഹൂദ് 89-ാം സൂക്തത്തില് ഷുഐബ് അലൈഹിസ്ലാമിന്റെ പ്രതികരണത്തെ കുറിച്ച് വരുന്നുണ്ട്. വയാ ഖൗമി ലാ യജ്രിമന്നകും ശിഖാഖി അൻ യുസീബക്കും മിസ്ലു മാ അസാബ ഖൗമ നൂഹ് ഔ ഖൗമ ഹൂദ് ഔ ഖൗമ സ്വാലിഹ് വമാ ഖൗമ ലൂത്തിൻ മിൻകും ബിബഈദ്. ഈ ശിക്ഷ വരാൻ പോകുന്ന സമയത്ത് നൽകിയ മുന്നറിയിപ്പാണ്. എൻ്റെ ജനമേ, എന്നോടുള്ള വിരോധം നിങ്ങൾക്ക് നൂഹ് ജനതയ്ക്കോ ലൂത്ത് ജനതയ്ക്കോ സാലിഹിന്റെ ജനതയ്ക്കോ വന്നു ഭവിച്ച ആപത്ത് വന്നണയാൻ നിമിത്തമാകാതിരിക്കട്ടെ. നിങ്ങൾക്ക് എന്നെ വെറുക്കാം, പക്ഷെ എന്നെ വെറുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? ആ ജനതകൾക്ക് സംഭവിച്ചതുപോലുള്ള വിപത്താണ് വരാൻ പോകുന്നത്. അറിയാമല്ലോ, ലൂത്തിന്റെ ജനത നിങ്ങളിൽ നിന്ന് അത്രയൊന്നും അകലെയല്ല, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ഷുഐബ് അലൈഹി ഇസ്ലാം അവരെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ത് ശിക്ഷയാണ് എന്നതോടെ വ്യക്തമല്ല. ഒരുപക്ഷെ ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനതയ്ക്ക് സംഭവിച്ചതുപോലുള്ള ഇടിവെട്ടും ചരൽമാരിയും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളാകാം എന്ന് മനസ്സിലാക്കാം. 92-ാമത്തെ ആയത്തില് അല്ലാഹു തആല വീണ്ടും അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു? الذين كذبوا شعيبا كأن لم يغنوا فيها الذين كذبوا شعيبا كانوا هم الخاسرين. الذين كذبوا شعيبا, ഷുഐബ് അലൈഹിസ്സലാമിനെ തള്ളിപ്പറഞ്ഞവരുണ്ടല്ലോ, അവര് എന്തായി? ക പോലെ, അൻ ലം ഇല്ല എന്ന പോലെ, യഗ്നൗ ഫീഹ അവര് വാണരുളി, അവര് ധന്യരായിട്ട് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി ജീവിച്ചു എന്നാണ്. ഖനിയ് അറിയാമല്ലോ, ധനികൻ എന്നാണ്. ഇവിടെ കഅല്ലം യഗ്നൗ ഫീഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടര് അവിടെ വാണിട്ടില്ല, അവിടെ ജീവിച്ചിട്ടില്ല, അവിടെ അങ്ങനെ ആസ്വാദനങ്ങളിൽ മുഴുകിയിട്ട് ജീവിച്ചിട്ടേ ഇല്ല എന്ന പോലെ. എന്ന് പറഞ്ഞാല് ആ നാടിനെ അള്ളാഹു അങ്ങ് തുടച്ചു നീക്കിക്കളഞ്ഞു എന്നർത്ഥം. ഇപ്പൊ നമ്മൾ കാണുന്നില്ല, യുദ്ധം നടക്കുമ്പോൾ ബോംബിങ് നടന്ന് തകർന്നു പോയ നാടും കെട്ടിടങ്ങളും. ഇവിടെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നോ എന്ന് നമുക്കിപ്പോ സംശയം തോന്നും. അമ്മാതിരി തകർക്കലാണ് നടക്കുന്നത്, അല്ലേ? ഇതേപോലെ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചപ്പോ കഅല്ലം യഗ്നൗ ഫീഹ, ഇങ്ങനെ ഒരു കൂട്ടർ ഇവിടെ സുഖിച്ച് ജീവിച്ചിരുന്നിട്ടേ ഇല്ല. കാരണം ഇവിടെ എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കും എന്ന രൂപത്തിൽ ആ നാടിനെ തന്നെ അള്ളാഹു തുടച്ചു നീക്കി എന്നാണ് പറയുന്നത്. അല്ലദീന കദ്ദബു ശുഐബൻ, വീണ്ടും പറയാൻ, ഷുഐബ് അലൈഹി ഇസ്ലാമിനെ തള്ളി പറഞ്ഞവരുണ്ടല്ലോ, കാനു അവർ ആയിരുന്നു, ഹുമുൽ ഖാസിരീൻ അവര് നഷ്ടത്തിലകപ്പെട്ടത്.
ഷുഐബ് അലൈഹിസ്സലാമിനെ തള്ളിപ്പറഞ്ഞവർ തന്നെയായിരുന്നു. നഷ്ടത്തിലകപ്പെട്ടു പോയി അവർ. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞത് അല്ലെ. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കൂട്ടർ ജീവിച്ചിട്ടേ ഇല്ലാത്ത പോലെ അവരെ തുടച്ചു നീക്കി. ഇത് പറയാൻ എന്താ കാരണം? നേരത്തെ ഈ ജനത ഷുഐബ് അലി ഇസ്ലാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ലനുഖ്രിജന്നക യാ ഷുഐബ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിന്നെ ഞങ്ങൾ പുറത്താക്കും, നിന്നിൽ വിശ്വസിച്ചവരെയും ഞങ്ങൾ പുറത്താക്കും. ഇപ്പൊ ആരാ പുറത്തായത്? ആ പറഞ്ഞ ആൾക്കൂട്ടം. ഇങ്ങനെ ഒരു കൂട്ടരവിടെ ജീവിച്ചിട്ടേ ഇല്ല എന്ന പോലെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെ. രണ്ടാമത്തേത്, പ്രമാണിമാര് ആ നാട്ടുകാരോട് പറഞ്ഞ വാചകം നിങ്ങൾ ഓർക്കുന്നില്ലേ? ലഇൻ ഇത്തബഅതും ശുഐബൻ ഇന്നക്കും ഇദല്ല ഖാസിറൂൻ. നിങ്ങൾ ശുഐബ് അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയാൽ നിങ്ങൾ നഷ്ടത്തിലകപ്പെട്ടു. ഇപ്പൊ ആരാ നഷ്ടത്തിലകപ്പെട്ടത്? അല്ലദീന കദ്ദബു ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ അല്ലെ. ശുഐബ് അലൈഹി ഇസ്ലാമിനെ തള്ളി പറഞ്ഞവരാണ് നഷ്ടത്തിലകപ്പെട്ടത്. ഇങ്ങനെ അറമ്പറ്റി പോകുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. ഗസയിൽ മനുഷ്യ കുഞ്ഞുങ്ങള് ഇങ്ങനെ വെടിവെച്ച് ബോംബെറിഞ്ഞ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ ആഹ്ലാദപൂർവ്വം പങ്കുവച്ചവര്. ഇപ്പൊ അതേ ആൾക്കൂട്ടങ്ങൾ ഇപ്പോ അട്ടഹസിച്ച് ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഗസയിൽ നിന്നുള്ള പലായനം നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഇപ്പൊ അതേ സാഹചര്യം ഇസ്രയേലിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ മാറ്റിമറിക്കുക എന്നത് ഒട്ടും പ്രയാസകരമല്ല എന്നാണ് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് 93-ാമത്തെ സൂക്തത്തിൽ ശുഐബ് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് ഒടുവിലായിട്ട് പറയുന്ന ഒരു വാചകമാണ്. പ്രവാചകന്മാർ എത്രത്തോളം സമൂഹത്തോട് ഗുണകാംക്ഷയുള്ളവരായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സൂക്തമാണ് 93. فتولى عنهم وقال يا قوم لقد أبلغتكم رسالات ربي ونصحت لكم فكيف آسى على قوم كافرين. فتولى عنهم. ഷുഐബ് അലൈഹിസ്സലാം ഈ നശിപ്പിക്കപ്പെട്ട, അള്ളാഹുവിന്റെ ശിക്ഷയാൽ നശിപ്പിക്കപ്പെട്ട ജനതയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാൻ. അപ്പൊ പ്രവാചകരിൽ വിശ്വസിച്ച ഒരു സംഘം വിശ്വാസികളും അള്ളാഹു താല അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അവരെ രക്ഷപ്പെടുത്തപ്പെട്ടു, ആ സമൂഹം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ പ്രവാചകനും സംഘവും ആ നാട് വിട്ടുപോവാൻ. ഒരുപാട് വിഷമം ഉണ്ടാവില്ലേ? ദീർഘകാലം അവർക്കിടയിൽ പ്രവർത്തിച്ച ആളല്ലേ, എത്രയൊക്കെ പറഞ്ഞു കൊടുത്തതാണ്, എന്നിട്ട് ഇവർ ഉൾക്കൊണ്ടില്ലല്ലോ എന്ന സങ്കടം ഉണ്ടാവും. പ്രവാചകൻ പിന്തിരിഞ്ഞു പോവാണ്. ഫതവല്ല അൻഹും, ആ ജനത്തെ വിട്ട് പിരിഞ്ഞു പോവാൻ. വഖാല, ആ സമയത്ത് ശുഐബ് അലൈഹി ഇസ്ലാം പറയാ, യാ ഖൗം, എന്റെ സമൂഹമേ, ലഖദ് അബ്ലഗ്തുക്കും, ലഖദ് തീർച്ചയായും, അബ്ലഗ എത്തിച്ചു, അബ്ലഗ്തു ഞാൻ എത്തിച്ചു തന്നു, കും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിരുന്നില്ലേ, റിസാലാത്തി റബ്ബി, റിസാല സന്ദേശം, റിസാലാത്ത് സന്ദേശങ്ങൾ, റിസാലാത്തി റബ്ബി എൻ്റെ നാഥന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നില്ലേ. എത്ര നാള് ഞാൻ നിങ്ങളോട് ഇതും പറഞ്ഞ് പിന്നാലെ നടന്നിട്ടുണ്ട്. വനസഹ്തു ലക്കും, നസഹ ഉപദേശിച്ചു, ഗുണകാംക്ഷാപൂർവം ഉപദേശിച്ചു, ലക്കും ഞാൻ നിങ്ങളോട് അങ്ങേയറ്റം നസീഹത്തോടെയാണ് ഉപദേശങ്ങൾ നൽകിയത്. നിങ്ങൾ നന്നാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. നിങ്ങളെ കുറ്റപ്പെടുത്താനോ നിങ്ങൾ അപമാനിക്കാനോ നിങ്ങളുടെ സൗകര്യങ്ങൾ തകർത്ത് കളയാനോ ഒന്നും വേണ്ടിയല്ല, നിങ്ങളൊന്ന് നന്നാവാനുള്ള ഗുണകാംക്ഷ മാത്രമായിരുന്നു എനിക്ക്. പക്ഷെ എന്തായി? എനിക്ക് സംഭവിച്ചു. ഫക്കൈഫ ആസ, ഒടുവിൽ പറയുന്ന നോക്കൂ, ഫക്കൈഫ എങ്ങനെയാണ്, ആസ അനുശോചിക്കുക, ഞാൻ എങ്ങനെ ദുഃഖിക്കും, അസ യസ ദുഃഖിച്ചു, സങ്കടപ്പെട്ടു, അനുശോചിച്ചു. യഇസ എന്നതില് ഞാൻ ചേരുമ്പോൾ അഇസ എന്നാകും, അത് ചേർത്തിട്ടാണ് ആസ, ഞാൻ ദുഃഖിച്ചു, ഞാൻ അനുശോചിച്ചു എന്നാണ് അർത്ഥം. ഫക്കൈഫ ആസ, ഞാൻ എങ്ങനെ ദുഃഖിക്കും, എങ്ങനെ
അനുശോചനം രേഖപ്പെടുത്തും. അല ഖൗമിൻ, ഒരു ജനതയെ ചൊല്ലിയിട്ട്, കാഫിരീൻ, മനഃപൂർവ്വം സത്യത്തെ തള്ളിപ്പറഞ്ഞ ഒരു ജനതയെ ഓർത്ത് ഒന്ന് സങ്കടപ്പെടാൻ പോലും എനിക്ക് കഴിയാത്ത അവസ്ഥയാണല്ലോ നിങ്ങൾ സൃഷ്ടിച്ചത്. ആലോചിച്ച് നോക്കൂ. ആ സമൂഹത്തെ, ഒരുപക്ഷെ ഓരോ വ്യക്തിയെയും ആ പ്രവാചകൻ അറിയുമായിരിക്കും. അവരുടെ പ്രമാണിമാരെ, അവരുടെ ഭരണാധികാരികളൊക്കെ തീർച്ചയായിട്ടും അറിയുമായിരിക്കും. അവരൊക്കെ ഓർത്ത് സങ്കടപ്പെടാൻ ഒരു പ്രവാചകന്റെ ശൈലിയാണിത്. നിങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ പറയാം. ഇപ്പൊ എങ്ങനെയുണ്ട്, ഇസ്രയേല് കിട്ടേണ്ടത് കിട്ടിയില്ലേ അല്ലേ? അങ്ങനെ ഒരു പ്രതികാര മനസ്സോടെ ഉള്ളൊരു ചിന്ത നമ്മുടെ അകത്തുണ്ടാവും. ഒരർത്ഥത്തിൽ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, അവർക്ക് നന്നാകാമായിരുന്നു. എന്തിനാണ് ഈ നിരപരാധികൾ അവരിങ്ങനെ കൊന്നൊടുക്കുന്നത്? ഇങ്ങനെ ഒരു ചിന്ത കൂടി മറുവശത്തില്ലേ? ഉണ്ട്. പ്രവാചകന്മാരെപ്പോഴും നാസിഹുൻ അമീൻ, നമ്മൾ നേരത്തെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ്. ആ ഒരു മനസ്സ് പ്രബോധകന്മാരെപ്പോഴും കൊണ്ടു നടക്കണം. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും ഉണ്ടല്ലോ, വികാരത്തിനടിപ്പെട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന, അമിതമായി ആഹ്ലാദിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലെ? അങ്ങനെയല്ല പ്രവാചകന്മാര്. സൂറത്ത് യാസീനിലെ ഒരു പ്രബോധകനില്ലേ, ആ പ്രബോധകനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, നസ്ഹ ഖൗമഹു ഹയ്യം വ മയ്യിതൻ. അദ്ദേഹത്തെ അവർ കൊന്നുകളഞ്ഞു. പക്ഷെ കൊന്നുകളഞ്ഞപ്പോഴും ബർസഖിൽ വെച്ച് എന്താ പറയുന്നത്? യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നത്, എന്നെ ആദരണീയരിൽ ഉൾപ്പെടുത്തിയതൊക്കെ എൻ്റെ ജനം അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നല്ലേ. ബർസഖിലെത്തിയിട്ട് ആ പ്രബോധകൻ ഇങ്ങനെയാണ് തൻ്റെ ജനതയെക്കുറിച്ച് ആലോചിക്കുന്നത്. അതിനാൽ ആ ഒരു ഗുണകാംക്ഷയുടെ സ്വരം, ആ ഒരു മാനസികാവസ്ഥ വിശ്വാസി ഇസ്ലാമിക പ്രബോധകന്മാരെപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഈ ഒടുവിലത്തെ സൂക്തം നമുക്ക് നൽകുന്ന പാഠം. ഷുഐബ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട, മദ്യൻ നിവാസികളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലൂടെ അവസാനിക്കാൻ ഇനി കുറച്ച് ആയത്തുകൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പ്രവാചക ചരിത്രങ്ങൾ മുൻനിർത്തിയിട്ട് അള്ളാഹു തആല അവയെ നിരൂപണം ചെയ്തുകൊണ്ട് എന്ത് പാഠമാണ് ഇതിലുള്ളത് എന്ന് ഓർമ്മപ്പെടുത്താൻ. നമ്മൾ ഈ കഥകൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഓർക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. ഇസ്ലാമിക സമൂഹം ഇപ്പൊ മക്കയിലാണ്. മക്കയിലെ ജനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ, വിശ്വാസികൾക്കെതിരിൽ ഇതേപോലെയുള്ള ഗൂഢാലോചനയും ധിക്കാര മനോഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്കും ഇതൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ്. അതേപോലെ തന്നെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളവും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാരണവശാലും ഒരു വിധത്തിലും ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നൊക്കെ കരുതിയ ശക്തികൾ മുറവിളി കൂട്ടുന്ന, അസ്വസ്ഥപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇതിന്റെ അനന്തരഫലം എന്താണ്, ആര് വിജയിക്കും ആര് തോൽക്കും എന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ തീർച്ചയായിട്ടും യുദ്ധമാകുമ്പോൾ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാലും ഉണ്ടല്ലോ, ഈ ഒരു അവസ്ഥയെങ്കിലും സംഭവിച്ചിരിക്കുന്നു. അള്ളാഹു താല ഇടപെടും എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് വർത്തമാനകാല സംഭവങ്ങൾ പോലും. അള്ളാഹു സുബ്ഹാനഹു തആല ഈ വചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, നിന്റെ ദീനിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹുവേ, സത്യത്തിന്റെ വഴിയിൽ നിലകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. സത്യത്തിന് വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളും വിജയിപ്പിക്കണേ റബ്ബേ. മർദ്ദിത ജനത, ഗസയിലെ ജനസമൂഹം, പടച്ചവനെ, അവരുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കണേ നാഥ. ഖുദ്സിന്റെ വിമോചനം എളുപ്പമാക്കണേ റബ്ബേ. പടച്ചവനെ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന ജനതയ്ക്ക് ആശ്വാസവും നീതിയും സത്യവും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കണേ റബ്ബേ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. സാമ്പത്തിക ഞെരുക്കങ്ങൾ, മാനസിക പ്രയാസങ്ങൾ, കുടുംബപരമായ അസ്വസ്ഥതകൾ, എല്ലാത്തിനും പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ.
ഞങ്ങളുടെ സതുദ്ദേശങ്ങൾ സഫലീകരിച്ചു തരണേ നാഥ. മക്കളുടെ പഠനവും വളർച്ചയും ജോലിയും കുടുംബവും വിവാഹവും എല്ലാം എളുപ്പമാക്കി മാറ്റിത്തരണേ റബ്ബേ. ഞങ്ങളുടെ സഹോദരൻ VK അലി സാഹിബ് എടപ്പള്ളി കുന്നുംപുറം സ്വദേശിയാണ്. എറണാകുളം മേഖലയിൽ നിറഞ്ഞു നിന്ന, പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിന്റെ ദീനീ പ്രവർത്തനങ്ങളുടെ മുഖമായിരുന്നു അലി സാഹിബ്. ദീർഘകാലം ദീനിന്റെ വഴിയിൽ പ്രവർത്തിച്ച ആളാണ്. എറണാകുളത്ത് ഖുർആൻ സ്റ്റഡി സെന്ററുകൾ സ്ഥാപിക്കപ്പെടുന്നതിലും അതുപോലെ ദീനീ സംരംഭങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെ ഒരുപാട് ത്യാഗം അനുഷ്ഠിച്ച വ്യക്തിത്വമാണ്. അള്ളാഹുവെ, അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. അദ്ദേഹവും കൂടി പരിശ്രമിച്ച് രൂപപ്പെടുത്തിയ എറണാകുളത്തെ ഗ്രാൻഡ് സ്ക്വയർ മസ്ജിദിൽ അസ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ രണ്ടാമത്തെ റക്അത്തിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ട് അസ്വസ്ഥനായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് അന്ന് തന്നെ അള്ളാഹുലേക്ക് യാത്രയായതാണ്. നെറ്റിത്തടത്തിൽ ദീനിന്റെ വഴിയിൽ വിയർപ്പ് പറ്റാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവെ, ആ സഹോദരന് സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ നാഥ. ഇതേപോലെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ, അവരെല്ലാം അനുഗ്രഹിക്കണേ റബ്ബേ. ദീനിന്റെ വഴിയിൽ അതേപോലെ അടിയുറച്ച് നിലകൊള്ളുവാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ നാഥ. അദ്ദേഹത്തിന്റെ കുടുംബവും ദീനിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവരാണ്. സുലൈഖ ടീച്ചറെ നമുക്കൊക്കെ പരിചയമുണ്ടാവും. അള്ളാഹുവെ, അവർക്കും മക്കൾക്കും കുടുംബത്തിനും മനസമാധാനം നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.